ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തു യേശുവിൽ എന്റെ സ്നേഹവന്ദനം. നോമ്പിന്റെ 14-ാം ദിവസത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുത്ത വേദഭാഗം റോമർ 1:16 മുതൽ 21 വരെ. ഈ ഭാഗത്ത് നിന്നും സുവിശേഷ ശൈലിയുടെ നിർവിഘ്ന യാത്ര എന്ന വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊള്ളുന്നു. യേശുക്രിസ്തുവിലൂടെ നിർവഹിക്കപ്പെട്ട രക്ഷകര ദൗത്യത്തിന്റെ വളരെ ക്രമീകൃതമായ അവതരണമാണ് റോമാലേഖനം. യഹൂദർക്കും യവനർക്കും ഒരുപോലെ ദൈവിക രക്ഷ ആവശ്യമാകുന്നതിലൂടെ മാത്രമാണ് അനുഭവമാകുന്നതെന്നും ഈ ലേഖനം പറയുന്നു. അത് യേശുക്രിസ്തുവിലെ അവിരാമമായ വിശ്വാസം പ്രബോധിപ്പിക്കുന്നു. വിശ്വസിക്കുന്ന ഏവരും ആദ്യം യഹൂദനും പൗലോസിന്റെ പ്രസ്താവനയാണ് റോമാലേഖനത്തിൽ സന്ദേശം. പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവെന്ന് രക്ഷയ്ക്കായി ദൈവശക്തിയായി തീരുന്ന സുവിശേഷത്തെ കുറിച്ചാണ് ഈ വേദഭാഗം ഓർമ്മിപ്പിക്കുന്നത്. സുവിശേഷത്തെ കൊണ്ട് വെളിപ്പെടുന്ന സുവിശേഷ സ്വീകരണത്താലാണ് ഒരു ദൈവത്തിന്റെ നീതി വിശ്വാസത്തിനായി വൻ നീതീകരിക്കപ്പെടുന്നതും ആ നീതീകരണത്തിൽ നിലനിൽക്കുന്നതും എന്നതാണ് ശൈത്യീകരണം. ആദ്യം യഹൂദന് രക്ഷ എന്ന പ്രസ്താവന യഹൂദർക്കുള്ള പദവി എന്നതിനേക്കാൾ അവരുടെ ഉത്തരവാദിത്തത്തെ സൂചിപ്പിക്കുന്നതാണ്. ദൈവിക ഇടപെടലുകളും ന്യായപ്രമാണവും ദേവാലയവും പ്രവാചകരും തിരുവെഴുത്തുകളും രോഗരക്ഷകനായ മശികയും എല്ലാം യഹൂദരുടെ മധ്യത്തിൽ വന്നത് അവരെ ലോകത്തിന് പ്രകാശമായി തീർക്കുന്നതിന് വേണ്ടിയാണ്. യഹൂദരെ പോലെ തന്നെ തിരുവെഴുത്തുകളും ദൈവിക ക്രമങ്ങളും സമർത്ഥമായി നൽകപ്പെട്ടവർ ദൈവിക ഇടപെടലുകളുടെ ശക്തിയെ നിരന്തരം പ്രഘോഷിക്കുവാൻ ഉത്തരവാദിത്തമുള്ളവരാണ്. യഹൂദർക്ക് അത് കഴിയില്ല. പുതിയ നിയമ സഭയായ പുതിയ ഇസ്രായേലിന് അത് സാധിക്കണം. യേശുവിന്റെ സുവിശേഷ ശക്തിയാൽ രക്ഷിക്കപ്പെടുക മാത്രമല്ല, ആ രക്ഷയിൽ നിലനിൽക്കാനും സാധിക്കും. മരുഭൂമി യാത്രയിൽ നിരന്തരം ഒഴിക്കപ്പെടുന്ന ദൈവിക സന്താരണത്തെ അനുഭവിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് യാത്രയ്ക്കുള്ള അനുദിന ഊർജം പകർന്നു തരുന്നത്. ദൈവത്തെ വിഗ്രഹമാക്കി തീർക്കുന്നതിലെ ദുര്യോഗമാണ് ഈ വേദഭാഗം ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം. പ്രകൃതിയിലൂടെ ഉള്ള ദൈവിക വെളിപ്പാടുകൾ സകല മനുഷ്യർക്കും ഒരുപോലെ അനുഭവമാക്കുന്നതാണ്. ലോക സൃഷ്ടി മുതൽ ബുദ്ധിക്ക് തെളിവായി വന്ന ഈ യാഥാർത്ഥ്യത്തെ ആർക്കും നിഷേധിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ അവരിൽ പലരും അക്ഷയനായ ദൈവത്തെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി ഇവരുടെ രൂപസാദൃശ്യത്തിൽ സങ്കല്പിച്ചുണ്ടാക്കി ദൈവത്തെ വിഗ്രഹമാക്കി തീർക്കുന്നതാണ്. ആത്മീയ യാത്രകളിലെ വലിയ അപകടം സംസാരിക്കുവാൻ ആരാധകർ അനുവദിക്കാത്ത ദൈവമാണ് വിഗ്രഹം. തിരുത്തുവാനോ നയിക്കുവാനോ ദൈവത്തെ അനുവദിക്കാതെ ഇരിക്കുമ്പോൾ ആത്മീയ യാത്ര അപജയപ്പെട്ടു പോകും. സൃഷ്ടിച്ചതിനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിക്കുന്നതിനാൽ അവർ സൃഷ്ടിയെ ദുരുപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓരോ സൃഷ്ടിയുടെ മേലുള്ള ദൈവിക കർത്തൃത്വത്തെ അംഗീകരിച്ച് അവയെ ബഹുമാനപൂർവ്വം അംഗീകരിക്കേണ്ടതിന് പകരം അവയെ തങ്ങളുടെ സ്വാർത്ഥ സുഖങ്ങൾക്കു വേണ്ടി ഉപയോഗിക്കുകയാണ് അവർ ചെയ്യുന്നത്. സത്യദൈവത്തെ ആരാധിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവർ ദൈവിക സംവേദനകൾ സ്വീകരിച്ച് നവീകരിക്കപ്പെടാത്തതിനാൽ പൊതുജീവിതത്തിലും പരസ്പര ബന്ധങ്ങളിലും ദുരുപയോഗപ്പെടലിന്റെ സാധ്യത വർദ്ധിച്ചു വരികയാണ്. 3. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന ഇത്തരം പ്രവൃത്തികൾക്ക് നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നുവെന്ന് ഈ വേദഭാഗം വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ കോപം എന്നത് മനുഷ്യർ വൈകാരിക പ്രക്ഷുബ്ധതയിൽ പ്രവർത്തിച്ചു പോകുന്ന പ്രകടനങ്ങൾ പോലെ അല്ല. സ്വസ്ഥതയ്ക്കും ക്രമത്തിനും ദൈവം നൽകിയിരിക്കുന്ന വ്യവസ്ഥകളെ ലംഘിക്കുന്നതിനാൽ വന്നു ചേരുന്ന താളവംശങ്ങൾ ആണ്. നീതികേട് പ്രവർത്തിക്കുന്നവർ അവരുടെ പ്രവൃത്തികളിൽ നിർമ്മാണം തുടരുകയാണ്. അവരുടെ വിവരണങ്ങളുടെ നശീകരണ ശക്തികളെ തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ പോകുന്നതിനാൽ ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത ചില ദുരൂഹങ്ങളിലേക്ക് മനുഷ്യ സമൂഹം വീണുപോവുകയാണ്. ലോകത്തെ തകർത്തു കളയുന്ന വൈറസുകളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും പകർച്ചവ്യാധികളും ഇന്നും ഭരണാധികാരികൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ദുരാവസ്ഥകളെ സൃഷ്ടിക്കുന്നുണ്ടല്ലോ. ലോകത്തിലെ അധികാര കേന്ദ്രങ്ങൾ നിസ്സഹരായി
തകർന്നുകൊണ്ടിരിക്കുന്ന ലോകക്രമങ്ങൾക്ക് മുമ്പിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നു. ദൈവശബ്ദം കേട്ട് രക്ഷയെ തുടരനുഭവമായി സ്വാംശീകരിക്കാനുള്ള വെല്ലുവിളിയാണ് നോമ്പുകാലം നൽകി തരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, നിരന്തരം സംസാരിക്കുന്ന അവിടത്തെ വാക്കുകൾ കേൾക്കാൻ കഴിയാത്ത ബഹിരത ഞങ്ങളിൽ ഉണ്ടാവാൻ ഇടയാകരുതേ. നിയന്ത്രിക്കാൻ കഴിയാത്ത ദുര്യോഗങ്ങളിൽ പതിക്കാതിരിക്കേണ്ടത് ദൈവബന്ധത്തിൽ രക്ഷിക്കപ്പെടാനും രക്ഷയിൽ നിലനിൽക്കാനും